333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. ഇവിടെ ഫസ്റ്റ് കാർഡ് ലോൺലിനെസ്. ഐ നോ ദാറ്റ് ഐ ആം നെവർ എലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതല്ല. നിങ്ങളാണ് നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇതിനർത്ഥം. മറ്റാരും കൂട്ടിനില്ല എങ്കിലും ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കും ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടിനുണ്ടായിരിക്കും, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളെ ഒരുപാട് സപ്പോർട്ടൊന്നും ചെയ്യാത്തതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്തേക്കാം. നിങ്ങളത് പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടിന് നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെ ചതിക്കാനായിട്ട് നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങളുമായിട്ട് തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ള സ്നേഹബന്ധങ്ങൾ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളോട് തന്നെ ആദ്യം ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ തന്നെ നിങ്ങൾ വർത്ത് കാണുക. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു സ്ഥലത്ത് സൈലൻ്റായിട്ട് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്പിരിറ്റ് ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുക, സ്പിരിറ്റ് ടീച്ചേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക. അവരോട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറയുക. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നെക്സ്റ്റ് കാർഡ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ഫ്രണ്ട് ഈസ് ഇൻ മൈ ലൈഫ് ഫോർ എ റീസൺ. ഓരോ വ്യക്തികളും ഓരോ സോളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ ചില ലെസൺസ് പഠിപ്പിക്കാനാണ്. ചില ഉദ്ദേശത്തോടു കൂടിയാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഭൂമിയിലെ. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലേക്ക് തള്ളിവിടുക പോലും ചെയ്യും. ചില ബന്ധങ്ങൾ കുറച്ച് കാലത്തേക്കായിരിക്കാം, ചിലത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ ഇതൊക്കെയാണ് പഠിപ്പിക്കുക. ട്രസ്റ്റ്, ലവ്, ലോയലിറ്റി, അഡ്മിറേഷൻ, ഇതെല്ലാമാണ് പഠിപ്പിക്കുന്നത്. ചില പേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പേരെ പുതിയതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചേക്കും. ആ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തിനാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കിയേക്കാം. ചിലപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയേക്കാം. ലോയലായിട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അങ്ങനെ നിങ്ങളൊരു ഫ്രണ്ടിനെ കിട്ടുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയെടുക്കുക. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തികച്ചും നിങ്ങളുടെ ഫാമിലിയേക്കാൾ വളരെയധികം മനോഹരമായിരിക്കും. അവർ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തന്നേക്കാം, നിങ്ങൾ ഒരുപാട് സഹായിച്ചേക്കാം. നിങ്ങളുടെ മനസ്സറിയുന്ന ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ഈ ഒരു ഫിസിക്കൽ ഡയമെൻഷനിൽ വളരെയധികം വിലയുള്ള ഒരു വർത്തുള്ള ഒരു ട്രഷർ തന്നെയാണ്. നിങ്ങളും ആ ഒരു സൗഹൃദത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുക. ആ വ്യക്തിക്കും നിങ്ങൾ വാല്യൂ കൊടുക്കുക, അവർക്കും സ്പേസ് കൊടുക്കുക. എല്ലാ വ്യക്തികളും പൂർണ്ണരല്ല. അതുകൊണ്ട് അവരുടെ നല്ല വശങ്ങൾ മാത്രം നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ അത് മാത്രം സ്വീകരിക്കുക. അവരിലെ നല്ല കാര്യങ്ങളെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളിലെ സ്നേഹബന്ധം ഒന്നുകൂടെ ദൃഢമാകാനായിട്ട് അത് നിങ്ങൾക്ക് സഹായിക്കും. ചില പേരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. തേർഡ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് അഡ്വേഴ്സിറ്റി എന്നുള്ളതാണ്. ഐ അക്സെപ്റ്റ് ദാറ്റ് ചലഞ്ചസ് ആർ ദ ബെസ്റ്റ് വേ ടു ലൈവ്. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചലഞ്ചസ് വരുന്നുണ്ടാവും. അതെല്ലാം നിങ്ങളുടെ പാത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കുക. എല്ലാ ചലഞ്ചസിനെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ലൈഫ് ഒട്ടും ഈസി അല്ല. അവിടെ ഒബ്സ്റ്റക്കിൾസ് എന്തായാലും വരുന്നുണ്ടാവും. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക. മറ്റൊരാൾക്കും അത് സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ചലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരികയാണെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽസിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രണയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ചലഞ്ചസ് ആയിട്ട് വരികയാണെങ്കിൽ ആർക്കേഞ്ചൽ സാമൂലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഹെൽത്ത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കേഞ്ചൽ റാഫേലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മണി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ആർക്കേഞ്ചൽ ഏരിയലിനോട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ്. ആർക്കേഞ്ചൽസിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആർക്കേഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളത് എടുത്തു പറയുക. ശുഭദിനം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക.